ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വരുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര, നമ്മള് ഓൾറെഡി ഒരു നാച്ചുറൽ ബ്രിഡ്ജ് വോക്ക് കഴിഞ്ഞു. ഇനി അടുത്ത് പോണത് പിരി പിരി കേവിലേക്ക് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഒരു 4 മിനിറ്റേ ഉള്ളൂ, 3.5 കിലോമീറ്റർ. അപ്പം നമുക്ക് അടുത്തത് പിരി പിരി കേവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഞാനും വാവട്ടിയും മനസ്സും കൂടി ഫസ്റ്റ് നടന്നു. അപ്പം ഞങ്ങൾ വേഗം നടന്നത് എൻ്റെ അവിടെ എത്തുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇന്ന് പോണ വഴിയിലാണെങ്കിലും കുറച്ച് എന്താ പറയുക, മഴ പെയ്ത കാരണം കൊണ്ട് ചെറുതായിട്ട് ഇപ്പം ഈ വഴിയിലൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ആ കേവിൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് കേവിൻ്റെ അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ചളുപിളായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഇച്ചിരി സ്റ്റെപ്പ് കയറാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് ഒരേ സമയത്ത് തന്നെ. അപ്പം ഇവിടെയും നമുക്ക് സെയിം ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് നടന്ന് ഒരു ഇത്തിരി വയ്യാണ്ടായല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ നടക്കുമ്പോഴും ചെറിയൊരു ആ ഒരു ക്ഷീണം നമുക്കുണ്ട്. എന്നാലും നമുക്ക് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ വേഗം നടന്ന് കയറാം കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് കുറച്ച് സ്റ്റെപ്പുള്ളൂ, കുറേ അധികമല്ല, കുറച്ച് സ്റ്റെപ്പുള്ളൂ. പക്ഷെ എന്നാലും കയറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പറയുന്നു, അയ്യോ ഇനി എത്ര സ്റ്റെപ്പ് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് എത്ര സ്റ്റെപ്പിനി അവിടേക്ക് കയറാനുണ്ടെന്നുള്ളത്. അപ്പോൾ ആകെ ഒരു ആകാംക്ഷയായിരുന്നു എങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോണത്, എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ ഭയങ്കര ചെളിയായിരുന്നു, മഴ പെയ്തതിൻ്റെ ഒരു ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരോടും പറയുന്നുണ്ട് ശ്രദ്ധിച്ച് ഇറങ്ങിക്കോളൂ, എന്നുവെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ വഴുക്കലുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ അവരോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം കുറച്ച് സ്റ്റെപ്പുകൾ കയറുമായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങണം. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് കയറാനും കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതേ ഫൈനലി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പോണ വഴി ഓക്കെയാണ്, നല്ല ക്ലീനായിരുന്നു. എന്താ പറയുക, ആരോ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട പോലെയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി ആ ഒരു ഗുഹയുടെ ഉള്ളിലെത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾക്ക് പേടിയായി. അപ്പം നിൻ്റെ ഇടം വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിൻ്റെ ഇടം വന്നിട്ട് പെട്ടെന്നാണ് എൻ്റെ ഇടം നോക്കിയിട്ട് അയ്യോ എൻ്റെ ഇടം വയ്യാണ്ടായി കതച്ചു. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ മെയിനായിട്ട് കണ്ടോ കൂനി ഇരുട്ടാണ്. അപ്പം നമ്മൾ ഇറങ്ങണ ആ ഒരു വഴിയിൽ മാത്രമേ ഒരിച്ചിരി വെളിച്ചുള്ളൂ, ബാക്കി അങ്ങോട്ട് വെളിച്ചില്ല. അപ്പം നമ്മളൊരു ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വെളിച്ചോ എന്തെങ്കിലുമൊക്കെ കരുതിയില്ലെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു കയ്യിൽ മൊബൈൽ വീഡിയോ എടുക്കാനുള്ളത്, മറ്റേ കയ്യിൽ ചെറുതായിട്ട് ടോർച്ചും പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഓൾറെഡി ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ നമ്മൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലാണ് അവർക്ക് ഇങ്ങോട്ട് കയറി പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിത് വേഗം ഇറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ഇട്ടത്. നേരെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് വേറെ ഒന്നും കാണാനില്ല. പക്ഷെ ഒരു ഗുഹയ്ക്കകത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ ഈ കല്ലൊക്കെ ഇങ്ങനെ റൗണ്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ വ്യൂ അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ഒരു രസം. അപ്പം സൈഡിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് ആ ഗുഹയുടെ അവിടേക്ക് പോയത്. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പതുക്കെ കയറിപ്പോയി. അപ്പം കുറച്ച് പേരുണ്ടായിരുന്നു താഴത്ത് വെയിറ്റ് ചെയ്തപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങൾ പതുക്കെ മുകളിലോട്ട് കയറുവാണ്. അപ്പം ഇതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു നാച്ചുറലായിട്ട് കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ഗുഹയും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ. അതും പിള്ളേർക്കായാലും അവർക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കും അറിയാം ഇപ്പോൾ എന്താണ് ഒരു കേവ്, എന്താണ് എങ്ങനെയാണ് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങൾ. അപ്പോൾ അവർക്കും അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വയ്യാണ്ടാവുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലമാണ്, നമുക്ക് 4 സ്ഥലം ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ സ്ഥലമാണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞപ്പം കുറച്ച് സ്റ്റെപ്പ് കയറുവാണ്. ഇപ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ വേദന എടുക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ നമ്മുടെ ആ ഒരു ട്രിപ്പ് നമുക്ക് എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ ഇത് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്ക് വാട്ടർഫോളും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വേഗം നടക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പൊന്നൂസിനും ഔട്ടിനെയൊക്കെ കൈമ പിടിച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത്ര നേരം സ്റ്റെപ്പ് കയറുമായിരുന്നു, ഇപ്പോൾ ഇത് പതുക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ, ഒരുപാട് നടക്കാനുള്ള വഴിയില്ല. ഇവിടെ സാധാരണ നമ്മളിങ്ങനെ ഒരു വാട്ടർഫോൾ കാണാൻ പോയി അല്ലെങ്കിൽ കേവ് കാണാൻ പോയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ വഴി നടക്കാനുണ്ടാവും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ കുറേ അധികം നടക്കേണ്ടി ഒന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമായിരുന്നു. അങ്ങനെ കണ്ടോ, നമ്മൾ ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പതുക്കെ തിരിച്ചു പോരാണ് ചെയ്തത്. കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിരി പിരി കേവ്. അപ്പം അങ്ങനെ പിരി പിരി കേവ്
കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടാ. സ്കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പോണ വഴിക്ക് എന്നിട്ടാ മഴ പെയ്ത കാരണം കൊണ്ട് ഭയങ്കര ചെളി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. എന്നിട്ടാ ചെളി ഉണ്ട്, വഴിക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. എന്റെ ഇഷ്ടമായ പിന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോ ഇത്തിരി ശ്രദ്ധിക്കണം. എന്നിട്ട് സ്കെയറി പാട്ട് കേവിനുള്ളിലേക്ക് പോയപ്പോൾ ലൈറ്റ് വേണല്ലേ പൊന്നൂസിനോ? ഇഷ്ടായ? അതൊരു നാച്ചുറൽ കേവ് അല്ലേ? അതെങ്ങനെ ഇടിഞ്ഞു നമ്മള് പോകുമ്പോ എന്റെ ഇഷ്ടായി പിരി പിരി കേവ്? എനിക്കിഷ്ടായി. എനിക്ക് 3 വരെ കെയർ ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ടഫായിരുന്നു. പക്ഷെ എങ്കിലും ഞാനത് മാനേജ് ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ല എങ്ങനെയൊന്ന് മാനേജ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാള് 2 കയ്യില് ഓരോരുത്തരെ പിടിച്ചു, ഒരാളെ ഷോൾഡറും എടുത്തു. കേവിനുള്ളിലേക്ക് നടന്നു പോകാനായിട്ട് വീഡിയോസ് സത്യം പറയുള്ളൂ. അങ്ങനെയാണ് കുറെ നാൾ മുന്നേ വരെ ഞാൻ ചെയ്യല്, ഒരു 10 വർഷം മുന്നേ. എന്താ 2 കയ്യിലെടുത്തിട്ട് നിന്നെ ഞാൻ കയ്യിൽ പിടിച്ചാണ് തരല്. എനിക്ക് അമ്നീഷ്യ. പക്ഷെ കേവ് അടിപൊളിയായിരുന്നു കേട്ടോ. ആരും എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര ഇരുട്ടാ. ടോർച്ച് വേണം, അല്ലെങ്കിൽ മൊബൈൽ സ്റ്റെപ്പ് തന്നെ കാണാൻ പറ്റില്ല. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി, അവിടെ വെള്ളം വീണെടുക്കണം, മഴ പെയ്തിട്ടുണ്ട് വെള്ളം വീണെടുക്കണം. ടോർച്ച് അടിച്ച് നോക്കിയിട്ട് സെറ്റാണ്. തന്നെ ടോർച്ച് ഉണ്ടെങ്കിൽ അപ്പന വണ്ടിയിൽ ടോർച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ അങ്ങനെ നമ്മുടെ 2ാമത്തെ സ്ഥലവും കഴിഞ്ഞു. പിരി പിരി കേവ്, പിരി കേവ്, പിരി പിരി കേവ്. ഇത് മറ്റേ നമ്മുടെ നേരത്തെ ഇന്നലെ നമ്മള് പോയ, ഇന്നലെ വെച്ചാൽ നമ്മൾ ഇന്ന് തന്നെ പോയത്, നമ്മൾ 2-3 പാർട്ടായിട്ട് ഇടുന്നത്. നമ്മള് നേരത്തെ പോയ സ്ഥലത്തിന്റെ അവിടുന്ന് 5 മിനിറ്റ് യാത്രയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ എവിടേക്കാ? വാട്ടർഫോളിന്റെ പേര് പറയട്ടാ, ഡീപ്പ പറയാന്ന്. മറക്കോപ്പ ഫോൾസ്, അതിരപ്പള്ളിനെ വെല്ലുന്ന ഇതാന്ന് പറയാൻ നമുക്ക് നോക്കി വെക്കാം. അപ്പൊ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും സ്വാഗതം. ബൈ പറയൂ. ബൈ ബൈ.